നമസ്കാരം. തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ വോട്ട് തട്ടിപ്പിന്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തുവരുന്നു. ഇരട്ട വോട്ടും കള്ളവോട്ടുമാണ് നടന്നിരിക്കുന്നത്. കൊള്ള നടത്തിയത് കുടുംബത്തെയും അനുയായി വൃന്ദത്തെയും ഒക്കെ ഇറക്കിയാണ്. തൃശൂരിൽ താമസിച്ചിട്ടില്ലാത്ത സഹോദരൻ സുഭാഷ് ഗോപിയും ഭാര്യയും അവിടെ ജ്യേഷ്ഠന് വോട്ടുകുത്തി. കൊല്ലത്തും തിരുവനന്തപുരത്തും വോട്ടുണ്ട്. ജ്യേഷ്ഠൻ നാളെ കുറ്റിയും പറിച്ചു വന്നാൽ അവിടെയും കുത്താമല്ലോ. ജനാധിപത്യം നോക്കുകുത്തിയായാൽ എന്താ? ജ്യേഷ്ഠൻ ജയിക്കുമല്ലോ. സഹോദരനെ വെച്ച് മാത്രമല്ല ജ്യേഷ്ഠന്റെ കളി. ഡ്രൈവർ എസ് അജയകുമാറിനെ വെച്ച് നടത്തിയ കള്ളക്കളിയും വെളിപ്പെട്ടു. അജയകുമാറിന്റെ വീടും വോട്ടുമെല്ലാം തിരുവനന്തപുരം ശാസ്തമംഗലത്ത്. വോട്ട് ചെയ്തത് തൃശൂരിൽ. വല്ലവരും താമസിക്കുന്ന ഫ്ളാറ്റിൽ ഇല്ലാത്ത താമസക്കാരനായി ഡ്രൈവർ വിദ്വാൻ. BJP ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണനും മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹരിദാസിനുമൊക്കെ തൃശൂരിൽ പറന്നിറങ്ങി. പൂങ്കുന്നത്ത് ഫ്ളാറ്റിനാണോ പഞ്ഞം? സൂത്രധാരനായ സുരേഷ് ഗോപിയുടെ സത്യവാങ്മൂലവും ശുദ്ധ തട്ടിപ്പെന്ന് കോൺഗ്രസ്. TN പ്രതാപനും സഹനേതാക്കളും കൊടുത്ത പരാതിയിൽ പോലീസ് അന്വേഷണമായി. തൃശൂരിൽ വിജയിച്ചത് വോട്ട് കൊള്ളയോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. തട്ടിപ്പ് ഗോപിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും M പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസിൽ നിന്ന് രാജു P നായർ, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ M പ്രകാശൻ മാസ്റ്റർ, ഈ പുതിയ വിവരങ്ങൾ സുരേഷ് ഗോപിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള അനുയായികളുമായി ബന്ധപ്പെട്ട് വരുന്നത് അയാളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ വലിയ വോട്ടുകൊള്ള നടന്നു എന്നല്ലേ? ഇതിൽ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് ജനഹിതം മാറ്റാനുള്ള BJP ഗവൺമെൻറ്റിൻ്റെ പരിശ്രമം അത് കഴിഞ്ഞ കുറച്ച് കാലമായി ഗൗരവമായ നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസ്, അഖിലേന്ത്യാ കോൺഗ്രസ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇന്ത്യ രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ നിലയിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു രാഷ്ട്രീയ ഉപകരണമായി യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ആ വിഷയം സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ തന്നെ ചെന്ന് ഇലക്ഷൻ കമ്മീഷന് ഈ കാര്യം സംബന്ധിച്ച് നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ കമ്മീഷൻ വന്നത് തന്നെ BJPക്ക് വോട്ട് കൃത്രിമൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും ചേർന്ന് ഒരു കമ്മീഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞത് 3 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം തിരഞ്ഞെടുക്കണമെന്നാണ്. അതിൽ സുപ്രീം കോടതി ജഡ്ജി ഒഴിവാക്കിയിട്ട് പകരം കൊണ്ടുവന്നിരിക്കുന്നത് അമിത്ഷായാണ്. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്നൊരു കമ്മീഷൻ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇഷ്ടംപോലെ കൃത്രിമം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമല്ലോ. ഇവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെല്ലാം ഒന്നിനും ഇടപെടാതിരിക്കുക എന്നുള്ള നിലപാടല്ലേ കമ്മീഷൻ സ്വീകരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര ആക്ഷേപങ്ങൾ പ്രധാനമന്ത്രിക്കെതിരായിട്ട്, ഇന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടു. ഒരു നോട്ടീസ് പോലും അദ്ദേഹത്തിന് അയക്കാനുള്ള ധൈര്യം കാണിച്ചു. തീയതി എങ്ങനെയാണ് രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത്? ഗവൺമെന്റ് പറയുന്ന പോലെയല്ലേ? പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിലുള്ള വലിയ അജഗജാന്തരം അത് എപ്പോഴെങ്കിലും നേരത്തെ കേട്ടിട്ടുള്ളതാണോ? ആക്ഷേപങ്ങൾ കേട്ടുവെന്ന് നടിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അതുപോലെ തന്നെ കൂട്ട ഒഴിവാക്കൽ, അതുപോലെ കൂട്ടിച്ചേർക്കൽ, ഇതിലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇലക്ട്രൽ ബോണ്ട് എത്രമാത്രം അന്യായമായിട്ടൊരു കാര്യമാണ്. പണം കൊടുത്ത് ആളുകളെ വോട്ട് മാറ്റുക എന്നുള്ള നിലപാടല്ലേ. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ വിലക്ക് വാങ്ങുന്ന കാര്യം പ്രധാനമായിട്ട് ചെയ്യുന്നത് BJP അല്ലേ. അപ്പോൾ BJP മറ്റെല്ലാ സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം ഇവിടെ കേരളത്തിൽ എന്തായാലും ഒരു സീറ്റ് ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ അവർ ചെയ്തു എന്നുള്ളതാണ് തൃശ്ശൂർ വന്നിരിക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം. ഇതിലിപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്താ? ബൂത്ത് നമ്പർ 30 ക്യാപിറ്റൽ ഗാർഡൻ, ടോപ്പ് പാരഡൈസ്, ചൈത്രം, ക്യാപിറ്റൽ വില്ലേജ്, ശ്രീശങ്കരി, ഇവിടെയെല്ലാം ഈ ഫ്ലാറ്റുകളെല്ലാം ഇഷ്ടം പോലെ വോട്ട് ചേർക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സഹോദരൻ അടക്കമുള്ള ആളുകളുടെ വോട്ട് ചേർത്ത കാര്യം നിങ്ങളിവിടെ പറഞ്ഞല്ലോ. ഇന്നലെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? പൂങ്കുന്നം ഭാഗം 1 ബൂത്ത് 20 അവിടെയുള്ള ഒരേ ഒരു വോട്ടേ എവിടെയുള്ളൂ. എന്നാൽ അവിടെ 10 വോട്ട് ചേർത്തിരിക്കുന്നു. ആ 9 വോട്ടുകൾ ആരാണ് എന്ന് ആ വീട്ടമ്മ പ്രസന്ന അശോകൻ അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളല്ലേ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്?
എന്നിട്ട് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ എന്താ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്? ശരി ശരി, ശ്രീ രാജ്യത്ത് നായർ പൊതുവിൽ നാം ഇന്നലെ വരെ ചർച്ച ചെയ്ത രൂപത്തിലുള്ള പ്രതികരണമാണ് പ്രകാശൻ മാഷ് നടത്തിയത്. പക്ഷേ ഇന്ന് പ്രകാശൻ മാഷെ വരാം, ഇന്ന് ശ്രീ രാജു നായർ ഇന്നിപ്പോ വന്നിരിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? എനിക്ക് തോന്നുന്നു പ്രകാശൻ മാഷ്ക്ക് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കുക. രാജു, ഇവിടെ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? അത് ഈ സുഭാഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ അജയകുമാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഇതിനൊക്കെ ഒരു ഉത്തരവാദി ഉണ്ടാകേണ്ടേ? നാം പൊതുവിൽ ഇതിനൊക്കെ ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറയുമ്പോഴും അതിനു വേണ്ട കരുക്കൾ നീക്കിയ ഒരു ഉത്തരവാദി ഉണ്ടല്ലോ. അയാളെപ്പറ്റി കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? അയാൾ ഏതു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയെന്നതാണ്? അല്ല, ആ നീക്കങ്ങൾ ഇന്ന് കണ്ടല്ലോ. മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്ക് പോലീസ് കള്ളൻ പോലീസിനെ പേടിച്ച് ഓടിപ്പോകുന്ന പോലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടിപ്പോകുന്ന ഉത്തരവാദിത്വമുള്ളവരാണ് അത്തരത്തിൽ മുങ്ങി നടക്കുക. ഈ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്നവരാണ് മുങ്ങി നടക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വാർത്തകൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ജയിച്ച MP കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഇതേ സംബന്ധിച്ച് എന്താണ് കാര്യങ്ങൾ എന്ന് വിശദീകരിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഈ തൃശ്ശൂരിലെ കാര്യം ഒന്നും മാത്രമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ട കാര്യങ്ങളായിട്ടൊന്നും കാണണ്ട. ഇപ്പോൾ സുഭാഷ് ഗോപിയുടെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയകുമാറിൻ്റെയോ ഒന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് കാണണ്ട. വേണുവിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 2024 തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, അന്ന് ഈ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് പഠനം നടത്തിയ ADR-ഉം വോയിസ് ഫോർ ഡെമോക്രസി ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം പുറത്തു വരുന്ന നമ്പർ ഓഫ് വോട്ട്സ് പോൾഡിൻ്റെ കണക്കും അത് പിന്നീട് നമ്മൾ സാധാരണ 24 മണിക്കൂർ കൊണ്ട് പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഫേസ് 1-ന്റെ പ്രഖ്യാപിക്കുന്ന 11 ദിവസം കഴിഞ്ഞിട്ടാണ്, ഫേസ് 2-ന്റെ 4 ദിവസം കഴിഞ്ഞിട്ടാണ്, ഫേസ് 3-യുടെ 5 ദിവസം അങ്ങനെ എന്തോ ആണ്. അപ്പം ദിവസങ്ങളെടുത്താണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ച വോട്ടുകളും തമ്മിൽ 5 കോടി വോട്ടുകളുടെ വ്യത്യാസമുണ്ട് എന്ന് വോയിസ് ഫോർ ഡെമോക്രസി കൊണ്ടുവന്ന റിപ്പോർട്ടും അതുപോലെ തന്നെ ADR-ന്റെ റിപ്പോർട്ടും വേണുവിന് ഓർമ്മയുണ്ടാവും. അന്ന് തന്നെ ഈ 2 ഏജൻസികളും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദീകരണം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുണ്ടായില്ല. ഈ പറയുന്ന 5 കോടി വോട്ടിൽ 86,000 വോട്ട് കേരളത്തിൽ വ്യത്യാസമുണ്ടായിരുന്ന 86,000 വോട്ട് കേരളത്തിലുണ്ടായ വ്യത്യാസമാണ്. അത് പല ഘട്ടത്തിലും അത് തൃശ്ശൂരായിരുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് നേരിട്ട് ഞങ്ങൾ DCCയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് ശ്രീ പരകാല പ്രഭാകരൻ തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ആ 86,000 വോട്ട് തൃശ്ശൂരായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആസൂത്രിതമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നീട് നടന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനിടയ്ക്ക് നടന്നിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും ഇത്തരത്തിൽ വോട്ടർ ലിസ്റ്റ് തിരുമറിയിലൂടെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന വസ്തുതയാണ്. പക്ഷേ ഈ വസ്തുത വരുമ്പോഴൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല വ്യവസ്ഥാപിതമായിട്ട് അതിനുള്ള മാർഗങ്ങളെ മുഴുവൻ അടച്ചു കളയുന്ന സമീപനമാണ് എടുത്തത്. ഇപ്പം 45 ദിവസത്തെ CCTV നശിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കേന്ദ്ര ശ്രദ്ധ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണല്ലോ. അതിനുള്ള എന്റെ ചോദ്യത്തിന് കൂടി അങ്ങയുടെ വിശദമായ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന സുഭാഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് തൃശ്ശൂർ വോട്ടുണ്ട്, അദ്ദേഹത്തിന് കൊല്ലത്ത് വോട്ടുണ്ട്, അദ്ദേഹത്തിന് തിരുവനന്തപുരത്തും വോട്ട് ഉണ്ടാകാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി വരുമ്പോൾ അദ്ദേഹം പോയി വോട്ട് ചെയ്യും. അപ്പോൾ സ്വയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അദ്ദേഹം. അല്ല വേണു, അത് വളരെ വ്യക്തമാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളാണ് മുന്നിൽ വന്നിരിക്കുന്നത്. മറ്റാരെയെങ്കിലുമൊക്കെ വെച്ച് ഇപ്പോൾ ഒരു RSSകാരൻ വന്നിരുന്നു ഞാൻ തെറ്റായിട്ട് അറിയാതെ ചേർത്ത് പോയതാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മറ്റു പല കേസുകളെ സംബന്ധിച്ച് തങ്ങളുടെ അറിവില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്തു ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആണോ എന്ന് വേണേൽ പറയാം. ഇപ്പോൾ കോൺഗ്രസ് ചേർത്ത കള്ളവോട്ടാണ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പരാതി ഉന്നയിച്ച പറയാം. പക്ഷേ സുരേഷ് ഗോപിയുടെ കുടുംബത്തെ സംബന്ധിച്ചും സുരേഷ് ഗോപിയുടെ ചുറ്റും നിൽക്കുന്നവരെ സംബന്ധിച്ചുമുള്ള വ്യാജ വോട്ടുകൾക്ക് നേരിട്ട് മറുപടി പറയാൻ സുരേഷ് ഗോപി ബാധ്യസ്ഥനാണ്. അതിന് മറുപടി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ 3 ദിവസമായിട്ട് തൃശ്ശൂർ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആരോപണം പല നിയോജക മണ്ഡലങ്ങളിൽ പോകുന്ന പോലെ നമ്മളെ സംബന്ധിച്ചോളം തൃശ്ശൂരിൽ അത് കേന്ദ്രീകൃതമായിട്ട് തൃശ്ശൂരിലുള്ള അട്ടിമറിയെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് തൻ്റെ കൈകൾ ശുദ്ധമാണ്, താൻ അറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അട്ടിമറിയും നടത്തിയിട്ടില്ല എന്ന് പറയാൻ നട്ടല്ലില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കുന്നത് സുരേഷ് ഗോപി ഇതിനകത്ത് അക്കൗണ്ടബിൾ ആണെന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, എനിക്കിത് പറയാൻ ഒന്നുമില്ല, കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത സംഭവമാണെന്ന് മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓടി നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ പുതിയ വന്നിട്ട് സിനിമ സ്റ്റൈലിൽ ഡോണ്ട് ടോക്ക് ടു മീ,
അല്ലെങ്കിൽ എന്താ ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു വരുമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ച് ഓടി ഒളിക്കാൻ കഴിയാത്തതാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാകേണ്ട നിയമയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ആണ്. ഏതെങ്കിലും BJPയുടെ നേതാവ് ഇന്ന് വന്ന് പറഞ്ഞ എന്താ, ചിലപ്പോൾ 10 കള്ളവോട്ടുകൾ ഉണ്ടായി കാണും. അങ്ങനെ 10 വ്യാജ വോട്ടുകൾ കൊണ്ടല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് പറയുന്നത്. അതൊക്കെ അല്ലല്ലോ തെരഞ്ഞെടുപ്പിലെ മറുപടി, അതല്ലല്ലോ ജനാധിപത്യത്തിലെ മറുപടി. വോട്ടുകൾ വ്യാജമായി ചേർക്കാൻ സുരേഷ് ഗോപിയുടെ കുടുംബം, ഇതേ ആളുകൾ തന്നെ പറയും ഒരു വോട്ടിൽ ജയിച്ചാലും അത് ജയമാണ് എന്ന്. ഒരു വോട്ടിൽ ജയിച്ചാലും 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും ജയമാണ് എന്ന് ഇതേ നാവ് കൊണ്ട് തന്നെ പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിന്റെ ന്യായം ഇപ്പോൾ പറയുന്ന അതേ നാവ് കൊണ്ട് ഇവർക്ക് 1 വോട്ടിന്റെ വിജയമാണെങ്കിൽ അത് വലിയ വിജയമാണെന്ന് അവകാശപ്പെടാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന 10 വോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ളതും ആയി വിഴുങ്ങാൻ കഴിയുകയും ചെയ്യും. ഞാൻ അങ്ങയിലേക്ക് വരാം. പ്രകാശ മാഷെ, അങ്ങ് ക്ഷമിക്കണം. അതെ അതെ രാജു, പ്രകാശ മാഷ് പറഞ്ഞതിന്റെ പകുതിയോളം ഭാഗം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാഷ് അത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ടാണ്. തിരികെ വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ പ്രകാശൻ മാസ്റ്ററായാലും ശ്രീ രാജു പി നായരായാലും പറയുന്നത് എന്താണ്? പുതുതായി വന്നിരിക്കുന്ന വിവരങ്ങളിൽ ഒരു ഉത്തരവാദിയുണ്ട്. ആ ഉത്തരവാദിയുടെ പേര് വിജയശ്രീ ലാളിതൻ എന്ന് പറയുന്ന സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന് നടത്തിയിരിക്കുന്ന വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളുടെ തെളിവുകളാണ്. അതിൽ എത്ര തൃപ്തികരമായ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, BJP നേതാക്കൾക്ക് പോലും കഴിയുന്നുണ്ടോ? ശ്രീ ഷാബു പ്രസാദ്. ഷാബു പ്രസാദിലേക്ക് വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഈ പറയുന്ന പുതിയ വിവരങ്ങളുണ്ടല്ലോ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട്, സുഭാഷ് ഗോപി ആയാലും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുമായി ബന്ധപ്പെട്ടായാലും, ആ വിവരങ്ങളിലുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്? ഈ കാര്യത്തിലൊരു ഉത്തരവാദിത്തം ഉണ്ടാകണമല്ലോ. ഇന്നിപ്പോൾ കോൺഗ്രസ് ആണ് അതിലൊരു ക്രിമിനൽ കേസ് വേണ്ടതുണ്ട് എന്ന രൂപത്തിലേക്കെങ്കിലും നീങ്ങിയിരിക്കുന്നത്. CPM എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇതിലിപ്പോൾ വളരെ കൃത്യമായ നിലയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ തെളിവുകൾ വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള 11 പേരെ ബൂത്ത് നമ്പർ 116-ൽ കൃത്യമായ കണക്കാണല്ലോ, 1016 മുതൽ 1026 വരെയുള്ള ക്രമ നമ്പറിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായ നിലയ്ക്ക് തന്നെ വന്നിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്, അതുപോലെ BJP ആണ്. അതുപോലെ തന്നെ ബൂത്ത് നമ്പർ 30 ക്യാപിറ്റൽ ഗാർഡൻ, ടോപ്പ് പാരഡൈസ്, ചൈത്രം, ക്യാപിറ്റൽ വില്ലേജ്, ശ്രീശങ്കരി, ഈ ഫ്ലാറ്റുകളിൽ ആരും താമസമില്ല. പക്ഷെ അവിടെ നിരവധി കള്ളവോട്ടുകൾ ഇവിടെ ചേർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും പൂങ്കുന്നം ഭാഗം 1, അവിടെ ആ ബൂത്ത് 30-ലുള്ള വീട്ടിൽ താമസക്കാരിയായിട്ടുള്ള ആ വോട്ടർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, പ്രസന്ന അശോകൻ, ഞാൻ ഒരാളെ ഈ വീട്ടിൽ വോട്ടറുള്ളൂ, പക്ഷെ ആ വീട്ടിൽ 10 വോട്ടുണ്ട്. അജയകുമാറാണ് പ്രകാശൻ മാസ്റ്റർ. ഇപ്പൊ ഈ സുഭാഷ് ഗോപിക്കൊക്കെ വേണമെങ്കിൽ ഒരു ആനുകൂല്യം കൊടുക്കുന്നത് കാണാം, പൊതുവിൽ ആനുകൂല്യം കൊടുക്കുന്നത് കാണാം. ഇത് സുരേഷ് ഗോപിയുടെ സഹോദരനാണല്ലോ, അപ്പോൾ കുടുംബം എന്ന നിലയിലേക്ക് അതിനെ കാണാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ന്യായവാദങ്ങൾ പറയാം. പക്ഷേ അജയകുമാറിന്റെ കാര്യത്തിൽ അതും സാധ്യമല്ല. അജയകുമാറിൻ്റെത് അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പ്രസന്ന അശോക് അവരറിയാതെ അവരുടെ വാടക ചീട്ടുമാരോ തട്ടിക്കൊണ്ടുപോയി അവിടെ ഈ പറയുന്ന പേരുകാരനെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ഈ 9 പേരിൽ ഒരാളാണ് അജയകുമാർ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് പറയാനുള്ളത്? അത് സുരേഷ് ഗോപി പറയണ്ടേ? തീർച്ചയായിട്ടും പറയും. ഇതിലെന്താ വിഷയം എന്ന് പറഞ്ഞാൽ, കേരളത്തിലുള്ള എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും 24-ലെ തെരഞ്ഞെടുപ്പിൽ ആവറേജ് വർദ്ധിച്ച വോട്ട് 1 ലക്ഷമാണ്. എന്നാൽ തൃശ്ശൂർ പരിശോധിച്ച് ഞങ്ങൾ കാണാം, അവിടെ വർദ്ധിച്ചിരിക്കുന്നത് 2 ലക്ഷമാണ്. അവിടെ ചേർത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു വീട്ടിൽ 6 മാസക്കാലമെങ്കിലും താമസിച്ചാൽ മാത്രമേ ഒരാൾക്ക് വോട്ട് മാറ്റി കൊടുക്കുള്ളൂ. ട്രാൻസ്ഫർ വോട്ട് അങ്ങനെയാണ്. പക്ഷേ 2023-ൽ കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവിറക്കി. ആ ജനപ്രാതിനിധ്യ നിയമത്തിന് എതിരായിട്ടുള്ളതാണ്. എന്താണത്? 2 ദിവസമെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ച ആൾക്ക് വോട്ട് മാറ്റാം. ഇവിടെ വോട്ട് മാറ്റിയിരിക്കുന്നത് എങ്ങനെയാണ്? മിക്കവാറും ആൾതാമസമില്ലാത്ത ഫ്ലാറ്റുകളിലും കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന ഫ്ലാറ്റുകളിലും ആ ഫ്ലാറ്റിൻ്റെ നികുതി ചീട്ട് വാങ്ങിച്ചിട്ട് അത് വെച്ചുകൊണ്ടാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കേവലമായിട്ട് ഇവിടെ കേരളത്തിലെ BJP മാത്രമല്ല, എന്ന് മാത്രം ആരോപിക്കപ്പെട്ടൊരു കാര്യം എന്താ, നരേന്ദ്രമോദി കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന വോട്ട് കൂട്ടിച്ചേർക്കൽ ഉണ്ടായത് എന്നുള്ള ആക്ഷേപവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുതല്ല പ്രശ്നം. BJPക്കാർ സംഘടിതമായിട്ട് രാജ്യത്താകെ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അത് കൃത്യമായ നിലയ്ക്ക് തന്നെ കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നു. തൃശ്ശൂരിൽ അതിൻ്റെ ഫലമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളതാണല്ലോ കൃത്യമായ നിലയ്ക്ക് വന്നിരിക്കുന്ന കാര്യം. അപ്പോൾ
ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2024 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലക്ക് CPM ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. താത്വികമായ നിലപാടുകൾ അവിടെ നിൽക്കട്ടെ. ഇപ്പോ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അടക്കം ലംഘിക്കപ്പെട്ടിരിക്കുന്നു, വോട്ട് ലിസ്റ്റിൽ കൃത്രിമത്വം കാണിച്ചിരിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾക്ക് വിടുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്ത് നടപടിക്കുള്ള സാധ്യതയാണുള്ളത് എന്ന് മാത്രമല്ല പ്രകാശ് മാഷേ, ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ അങ്ങ് ആ തൃശ്ശൂരിൽ ഈ തട്ടിപ്പുകൾക്ക് മുഴുവൻ ഈ അരങ്ങൊരുക്കിയ ഫ്ളാറ്റുകളുണ്ടല്ലോ, ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ, അല്ലെങ്കിൽ മുഴുവൻ ആളുകളും താമസിക്കാത്ത ഫ്ളാറ്റുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ പോവുകയാണ്, അവിടെയൊക്കെ തടയുകയാണ് ഈ ഫ്ളാറ്റിന്റെ അധികാരികൾ, ഗേറ്റിന് പുറത്ത് തടയുകയാണ്, ആരും ഇങ്ങോട്ട് വന്നത് പരിശോധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങേക്കറിയാമല്ലോ, ഈ പറയുന്ന മഹാദേവപുരത്തടക്കം കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ പോയിട്ടുണ്ട്, വിവരങ്ങൾ കണ്ടെത്തുന്നുണ്ട്, അല്ലേ? കേരളത്തിൽ ഇത് സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആരാണ്? അല്ല, തീർച്ചയായും അത്തരം പരാതികൾ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളുടെ മേലെയൊക്കെ കേരളത്തിലെ ഗവൺമെന്റും അതുപോലെ ആഭ്യന്തര വകുപ്പും കൃത്യമായി ഇടപെടും. കാരണം അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനുള്ള അധികാരം പൂർണ്ണമായിട്ട് മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയും നിഷ്പക്ഷതയും അത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ അവകാശമാണ്, അതാരുടെയെങ്കിലും ഔദാര്യമൊന്നുമല്ല. അപ്പോൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ശ്രമങ്ങളിൽ BJP-ക്കാർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ നീങ്ങിയിട്ടുണ്ടല്ലോ. ഉത്തരവാദിത്വത്തോടെ ഇപ്പോൾ സുനിലൊക്കെ വളരെ വിശദമായി ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് മാധ്യമപ്രവർത്തകരും ഇതിന്റെ പരിശോധനകളിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ കടന്നിട്ടുള്ളത്. നമ്മുടെ മുന്നിലുള്ള കാര്യം, ഇപ്പൊ ഈ പറയുന്ന തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ പല ഫ്ളാറ്റുകളിലും ഇതുപോലെ തട്ടിപ്പടന്നിട്ടുണ്ട്. 73, 19 ഇങ്ങനെയൊക്കെയുള്ള ഇല്ലാത്ത ആളുകളെ ചേർത്തിട്ടുണ്ട്. ആ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് മാധ്യമങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അപ്പോൾ അവിടെ തടയപ്പെടുകയാണ്. പ്രകാശ് മാഷെ, നിങ്ങളുടെ പാർട്ടി അവിടെ പരിശോധനയ്ക്ക് പോകുന്നുണ്ടോ? ഇങ്ങനെ ഈ ഫ്ളാറ്റുകൾ എന്ന് പറയുന്നത് ആർക്കും തൊടാൻ കഴിയാത്ത വിശുദ്ധ മേഖലകളൊന്നുമല്ല. രാജ്യത്തെ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന കേന്ദ്രങ്ങളാണത്. ക്രിമിനൽ ഗൂഢാലോചന നടന്ന സ്ഥലങ്ങളാണ്, അല്ലേ? അവിടെ തുറന്ന പരിശോധനകൾ വേണ്ടേ വരും ദിവസങ്ങളിൽ? അല്ലേ, ഒരു വീട്ടിൽ ഒരാൾ താമസമുണ്ടോ എന്ന് പരിശോധിക്കാൻ തീർച്ചയായിട്ടും അധികാരികൾക്ക് അധികാരമുണ്ട്. കാരണം അത് സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അധികാരികളാണല്ലോ. ഞാൻ ഈ മാധ്യമങ്ങൾക്ക് അവിടെ എത്തണ്ടേ, പൊതുപ്രവർത്തകർക്ക് അവിടെ എത്തണ്ടേ? പിന്നെ ഇന്ന് കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു, അടുത്ത തവണ തൃശ്ശൂരിലെ ഒരു ഫ്ളാറ്റും ഇങ്ങനെ വലിയ ഗേറ്റ് കൊണ്ട് അടച്ച് അവിടെ ദുരൂഹത ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അകത്ത് കയറി സ്ക്വാഡ് വർക്കിന്റെ പ്രവർത്തകർ പരിശോധന നടത്തും. ഈ പറയുന്ന സ്ലിപ്പ് വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ഈ പറയുന്ന താമസക്കാരുണ്ടോ, നിങ്ങൾക്കറിയുമോ ഇവരെ? ആ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കും എന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നതാ ഇവിടെ മാധ്യമപ്രവർത്തകരെ പോലെ തടയുകയാണ്. ഇതാണ് കാണുന്നത്. ഇത് UP അല്ല, ഇത് കേരളത്തിലാണ് കാണുന്നത്. പ്രകാശ് മാഷേ, ഇത് ഇപ്പം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ചും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. പല സ്ഥലങ്ങളിലും ഫ്ലാറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കി, ഫ്ലാറ്റ് കമ്മിറ്റികൾ താഴെ കാവൽക്കാരെ ഏർപ്പെടുത്തി ആരെയും അങ്ങോട്ടേക്ക് കടത്താതിരിക്കുക എന്നുള്ള നിലയുള്ള ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. അതിപ്പോൾ തൃശ്ശൂരിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും, മിക്കവാറും എല്ലാ ജില്ലകളിലും ഫ്ലാറ്റുകളിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് കടക്കാൻ അനുവാദമില്ല എന്നുള്ള നിലയ്ക്ക് ഫ്ലാറ്റ് കമ്മിറ്റികളും അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകുന്ന നിലയുണ്ട്. എന്നാൽ ജനങ്ങൾക്കടിയിൽ പ്രവർത്തിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതേ ഒരു ഫ്ലാറ്റിൽ പ്രസന്ന അശോക് സധൈര്യം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കൊണ്ടല്ലേ കേരളത്തിൽ ഈ തൃശ്ശൂരിൽ നടന്നൊരു വമ്പൻ തട്ടിപ്പ് പുറത്തു വന്നത്. അപ്പൊ അതാണ് പൊതുമനസ്സ്, അതാണ് ഫ്ളാറ്റിന്റെ ജീവനക്കാരിൽ അല്ലെങ്കിൽ താമസക്കാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ മനസ്സ്, അല്ലേ? അല്ലാതെ ഈ കൊള്ള കൊടുക്കലിന് കൂട്ടുനിൽക്കുന്ന കൂട്ടരല്ല. അപ്പൊ ഈ തടയുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരാണ് എന്നത് വ്യക്തമാണ്. അവരിപ്പോൾ നിയമം കയ്യിലെടുക്കുകയാണ്. രാജു, നിയമം കയ്യിലെടുക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മാധ്യമങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രകാശ് മാഷ് പറയാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ നടപടിയെടുക്കും. ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഇന്ന് മാധ്യമം എന്ന് പറഞ്ഞൊരു പത്രം അതിലെ ചിത്രം സഹിതം റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണെങ്കിൽ ഇതിനെന്താണ് മറുപടി? മാത്രമല്ല, നിങ്ങളാണ് ഇന്നൊരു ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. എന്താണ് അത്തരം നടപടികൾ ഇടതുപക്ഷത്തിനൊരു വിമുഖത? വേണു, BJP-യുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 7-നാണ് ഈ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്, ഇല്ലേ?
ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പൊതുസമൂഹവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലേക്കുള്ള പിന്തുണയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ജനങ്ങൾ തന്നെ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. പലരും തെരുവുകളിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ നിൽക്കുക. പക്ഷെ നോക്കൂ, പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ ഇതുവരെ ഈ വിഷയം അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഒരിക്കലും BJPക്കെതിരെ നടക്കുന്ന ഇത്രയും വലിയൊരു പോരാട്ടത്തെ CPMലേക്ക് കൊണ്ടുവന്ന് അതിന്റെ ഒരു മൂർച്ച കളയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ശരിയാണ്, അത് നല്ല നിലപാടാണ് രാജു. അതുകൊണ്ട് ആ ഭാഗം അവിടെ നിൽക്കട്ടെ. കാരണം യഥാർത്ഥ കള്ളൻ കപ്പലിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ദിവസങ്ങളാണിത്. നിങ്ങൾക്കിടയിൽ ഒരു തല്ലുകൂടലല്ല വേണ്ടത്. ഒരു സെക്കൻഡ് രാജു, ഇവിടെ വേണ്ടത് കൃത്യമായി ഫ്ളാറ്റുകൾ കയറിയുള്ള പരിശോധനയല്ലേ? കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് ഇതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് കേരളത്തിലെ വോട്ടർ സിസ്റ്റം മുഴുവൻ ശുദ്ധീകരിക്കേണ്ടി വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ട അവസ്ഥയിലാണ്. അത് ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ അത് ഒരു വ്യവസ്ഥാപിതമായി തന്നെ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവ് ഒരു പക്ഷേ രാജ്യത്തിന് മുഴുവൻ മാതൃകയാവുന്ന രീതിയിൽ ഒരു സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവ് നടത്തിയാൽ ഏറ്റവും നന്നാവും എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പറയുന്ന ഇത്രയും ആരോപണം തൃശ്ശൂരിനെ സംബന്ധിച്ചുണ്ടായിട്ടും തങ്ങളുടെ ഘടകകക്ഷിയായ സുനിൽകുമാർ തന്നെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച അന്ന് തന്നെ തൃശ്ശൂരും ഇത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കേരളത്തിലെ CPM നേതൃത്വം പാലിക്കുന്ന മൗനം ദുരൂഹമാണ്. ശരി, ഞാനിലേക്ക് വരാം. ഷാബുവിലേക്ക് ഒന്ന് പോവുകയാണ്. ഒരു കാര്യമുണ്ട്. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി തൃശ്ശൂരിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. 30,000-ലധികം വോട്ടുകൾ BJP കൃത്രിമമായി അവിടെ ചേർത്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് അങ്ങയുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ശരി, ഞാൻ വരാം. ശ്രീ ഷാബു പ്രസാദ്, പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ശരി, MA ബേബി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡൽഹി പോകുമ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വരും. പിണറായിസ്റ്റുകൾ പ്രതികരിച്ചില്ലല്ലോ ഇതുവരെ. ശരി, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അഭിപ്രായമില്ലാത്തത്? ശരി, അതല്ല മുഖ്യ വിഷയം. പക്ഷേ പ്രകാശ് മാഷ് അദ്ദേഹത്തിലൂടെ വരുമ്പോൾ പറയട്ടെ. ഞാൻ ഒന്ന് ഷാബുവിലേക്ക് പോകുന്നു. രാജു വരാം. ശരി, വരാം. കള്ളൻ കപ്പലിൽ തന്നെ, ആ കള്ളനിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ പോകേണ്ടത് ചർച്ചയുടെ. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഈ സുഭാഷ് ഗോപിയുടെ കാര്യത്തിലായാലും അജയകുമാറിന്റെ കാര്യത്തിലായാലും ഒക്കെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ, അത് വിരൽ ചൂണ്ടുന്നത് സുരേഷ് ഗോപിയിലേക്കല്ലേ? അതിന്റെ ഉത്തരവാദി സുരേഷ് ഗോപി അല്ലേ? വേണം. മുമ്പ് ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായി ഇവിടെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് പോയി. അത് ഞാൻ തിരിച്ചു വന്നേ ഉള്ളൂ. എനിക്ക് താങ്കൾ ഇടപെടാതിരിക്കണം എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നോക്കൂ വേണു, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ വോട്ട് ശതമാനം അവരെ പുതിയ വോട്ടേഴ്സിനെ ചേർക്കുക, അവരുടെ ജയസാധ്യത നിലനിർത്തുക, വർദ്ധിപ്പിക്കുക, വോട്ട് ചേർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും മൾട്ടിപ്പിൾ വോട്ടുകൾ വരും. ഇപ്പൊ ഒരു ഞാൻ എന്റെ ഒരു ഉദാഹരണം, ഇപ്പൊ ഒരുപക്ഷെ വേണുവിന് ഇപ്പൊ കോഴിക്കോടാണ് വേണു ഇരിക്കുന്നത്. അടുത്ത ഇലക്ഷന് കോഴിക്കോട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണുവിന് കോഴിക്കോട് വോട്ട് ചെയ്യേണ്ടി വരും. കോഴിക്കോട് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഇവിടെ വോട്ട് ചേർക്കണം. ഇനി വേണുവിന്റെ പഴയ വോട്ട് തൃശ്ശൂർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഈ 2 വോട്ട് അവിടെ കിടക്കും. ഉറപ്പാണത്. നമ്മുടെ സിസ്റ്റത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്കത് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടെ അല്ലാതെ ഭരണഘടനാ വിരുദ്ധമായിട്ടാണോ അഥവാ നിയമവിരുദ്ധമായിട്ടാണോ BJP എവിടെ വോട്ട് ചേർത്തത് എന്നുള്ള കാര്യം നോക്കുക. പിന്നെ മറ്റൊന്ന് ഇവിടെ പറഞ്ഞല്ലോ, ഈ ഒരു സെക്കൻഡ് ഷാബു പ്രസാദ്, അങ്ങനെ തടസ്സപ്പെടുത്തുകയല്ല, വ്യക്തത വരാൻ വേണ്ടി ചോദിക്കുക. ഇവിടെ ഈ പറയുന്ന ഒന്നിലധികം വോട്ടുകൾ എങ്ങനെ വരുന്നു? ഒന്ന് ഡിലീഷന് വേണ്ടി നമ്മൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ കൂടെ പാലിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരിടത്ത് പോയി വോട്ട് ചെയ്യുക എന്നത് മാത്രമല്ല, മറ്റൊരിടത്തുള്ള വോട്ട് ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകണം അല്ലേ? ഇവിടെ ഇപ്പൊ സുഭാഷ് ഗോപി പറയുന്നത് എനിക്ക് കൊല്ലത്തുണ്ട്, തൃശ്ശൂരിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഇദ്ദേഹത്തിന് അവിടെയും വോട്ടുണ്ടാകും. അതെ, ഇത് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണെന്നേ. ഇത് നടക്കും. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇലക്ഷൻ കമ്മീഷന് ഒരു സത്യവാങ്മൂലം കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഈ പാർലമെന്റ് ഇലക്ഷനിൽ ആകെ ചെലവഴിച്ച തുക 20 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒരു വലിയ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും അവരുടെ ഈ MLA അല്ലെങ്കിൽ MP എന്നുള്ള കരിയർ ആരംഭിക്കുന്നത്. നമ്മുടെ കൺമുമ്പിലുള്ള കാര്യമാണ്.
ഇതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ശ്രീ ഷാബു പ്രസാദ്, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ശുദ്ധീകരിക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ അങ്ങ് ഇരട്ട വോട്ടിന്റെ കാര്യം പറയുന്നു. ഇരട്ട വോട്ടിന്റെ കാര്യം പറയുന്നു. ഞാനൊരു വാദം എന്ന നിലയ്ക്ക് അത് അംഗീകരിക്കുന്നു. പക്ഷെ സാർ അജയകുമാർ എന്ന് പറയുന്നയാൾ അത് ഇരട്ട വോട്ടല്ല. ശ്രീ ഷാബു പ്രസാദ്, അജയകുമാർ എന്ന് പറയുന്നയാൾ ഇരട്ട വോട്ടല്ല. സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ്. സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന് സുരേഷ് ഗോപി താമസിക്കുന്ന സ്ഥലത്ത് ഒരു താമസക്കാരനായി തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരികയാണെങ്കിൽ ഒരു തർക്കവുമില്ല. ശ്രീ ഷാബു പ്രസാദ്, ഒരു വാദത്തിന് അംഗീകരിക്കാം. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഫ്ലാറ്റ് 4C എന്ന് പറയുന്ന ഫ്ലാറ്റിൽ അദ്ദേഹം താമസക്കാരനല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മേൽവിലാസം അതാണ്. അതിനുള്ള മറുപടിയോ ശ്രീ ഷാബു? വേണു, ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഒരു സംശയവും വേണ്ട. അങ്ങേക്ക് ഇറിറ്റേഷൻ ആവുകയല്ല ചെയ്യുന്നത്. എന്റെ ചോദ്യങ്ങളാണ്. അത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. സംശയമില്ല അക്കാര്യത്തിൽ. ആ കാര്യത്തിൽ സംശയമില്ല, ചോദിച്ചുകൊണ്ടിരിക്കും. ബട്ട് വെരി സോറി, ഐ ആം ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. അതായിക്കോട്ടെ, അത് സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ പ്രതിരോധത്തിലാവുന്ന ഒരു വിഷയമാണല്ലോ. എന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇരട്ട വോട്ടെന്ന അങ്ങയുടെ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നു. അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി പറയൂ. അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. ഞാൻ പറയാനുള്ളത് ഞാൻ പറയട്ടെ. അജയകുമാറിന്റെ കാര്യത്തിലുള്ള മറുപടിയാണ് ഞാൻ അങ്ങയിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നത്. അല്ലല്ല, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല ശരി, പക്ഷെ അജയകുമാറിന്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങ് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ ഇടപെടില്ല. അജയകുമാറിന്റെ കാര്യത്തിൽ അങ്ങയുടെ മറുപടി. ഞാൻ പറയാം, അതിന് മറുപടി പറയാമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ പറയാൻ സമ്മതിക്കുന്ന എന്തോന്നിത്? ഇനി അല്ലല്ല, വിഷയം മാറ്റിക്കൊണ്ടുപോയി ഞാൻ ഇടപെടും. സംശയമില്ല, അതിലൊരു തർക്കവുമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ, ഞാൻ വിട്ടാക്കി. എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിക്കാം. ശരി, അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യതയും കൂടെ. അജയകുമാറിന്റെ കാര്യത്തിൽ മറുപടി. എനിക്ക് ഞാൻ അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അനാവശ്യമായി സമയം കളയുകയാണ്. ഇനി ഞാൻ പറയട്ടെ, നമ്മുടെ ഇലക്ഷൻ സിസ്റ്റത്തില് ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഇങ്ങനെ ചെയ്യാം. ആ ഡ്രോബാക്സ്, ആ പഴുതുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നുമുണ്ട്. അത് BJPയും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവറായ ഈ അജയകുമാർ തൃശ്ശൂരും വോട്ട് ചേർത്തത്. അതിന്റെ അകത്ത് നിയമവിരുദ്ധതയില്ല. നിയമവിരുദ്ധതയുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ അകത്ത് നിയമപരമായി കോടതിയിൽ പോകാം. അല്ലല്ല, ഞാൻ സംശയം ചോദിച്ചോട്ടെ. നിയമവിരുദ്ധതയില്ല എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെയാണ്? നിയമവിരുദ്ധതയില്ല എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്ന കേക്ക്. ഇനി മറ്റൊന്ന്, നിയമവിരുദ്ധതയില്ല എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോടതി പോണെന്ന്. അത് കോടതി പോകുന്ന അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രസന്ന അശോക് എന്ന് പറയുന്ന വീട്ടമ്മ പറയുകയാണ്, അവരുടെ വീട്ടിലെ വാടക ഷീറ്റ് കരസ്ഥമാക്കിക്കൊണ്ടുപോയി 9 പേരെ അവിടെ ചേർക്കുന്നു. ഈ 9 പേരും അവിടുത്തെ താമസക്കാരല്ല. അല്ല, നിക്കൂ, അതിലൊരാളാണ് അജയകുമാർ. അല്ല, അപ്പൊ ഇത് പഴുതല്ല, ഇത് ക്രിമിനൽ പ്രവൃത്തിയാണ്. ഇത് പഴുതല്ല ശ്രീ ഷാബു പ്രസാദ്, ഇത് പഴുതല്ല. ഇതിന്റെ അകത്തെ നിയമവിരുദ്ധത തീരുമാനിക്കേണ്ടത് വേണുവോ ഞാനോ മീഡിയ വണ്ണോ അല്ല, ശരി. കോടതിയാണ്. അല്ല, പഴുത എന്ന വാക്കപ്പ് വിടണം. അല്ല, അങ്ങ് സമ്മതിച്ചതുപോലെ BJP മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്. കാരണം പഴുത എന്ന് പറയുന്നത് നിർദോഷമായ ഒരു വാക്കാണ്. അതല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. പ്രകാശ് മാസ്റ്റർ എന്താണ് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ക്രിമിനൽ കുറ്റമല്ലേ? കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, അത് ക്രിമിനൽ കുറ്റമല്ലേ? സുഷ്കാന്തി, നിങ്ങൾ കണ്ണൂര് പോയി കാണിക്കുവോ? കഴുത്തിന് മേലെ തല കാണില്ല. അല്ല, അതവിടെ നിൽക്കട്ടെ. അജയകുമാറിന്റെ കാര്യത്തിൽ ഒരു മറുപടി. അല്ല, നോക്കൂ, അത് അങ്ങയുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കണ്ണൂരിനെ ഭയന്നാൽ, അങ്ങയുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കണ്ണൂരിനെ ഭയന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ണൂരിൽ സിപിഎമ്മിന്റെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് അങ്ങ് പറയുന്ന കണ്ണൂരിൽ സുധാകരനാണ് ജയിച്ചത്. കേട്ടോ, സുധാകരനാണ് ജയിച്ചത് എന്ന് മാത്രമല്ല, പിണറായി അടക്കമുള്ള കേമന്മാരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അസഹിഷ്ണുത ഉണ്ടാകും. അദ്ദേഹം പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്നേ വിചാരിക്കാൻ കഴിയൂ. അല്ലാതെ ഇതിനകത്ത് കാല് പിടിക്കാനൊന്നുമില്ല. കാരണം ശുദ്ധ കള്ളത്തരം കാണിച്ചിട്ട് വന്ന് സാങ്കേതികത്വം പറയുകയാണ്, പിഴവ് അല്ലെങ്കിൽ പഴുത് ഉപയോഗിക്കുന്നുവെന്ന്. ഒരു പഴുതുമല്ല, ഇത് ക്രിമിനൽ പ്രവർത്തനമാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ,
ഇവിടെ ഒരു പഴുത് നിങ്ങൾ ഉപയോഗിക്കുന്നു, കോൺഗ്രസ് ഉപയോഗിക്കുന്നു, ഇടയ്ക്ക് ഞങ്ങളും ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വിരുദ്ധനെയാണ് കണ്ടതിപ്പോ. ആരുടെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരാൾ വോട്ട് ചേർക്കുന്നത് എങ്ങനെയാണ് പഴുതാവുന്നത്? അവിടെ താമസമോ അയാൾ അറിയ പോലും ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ വോട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ചേർക്കുക, ആ പ്രദേശത്തെ താമസമില്ലാത്ത നിരവധി ആളുകളുടെ വോട്ടുകൾ ചേർക്കുക, ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസമില്ലാത്ത ഫ്ലാറ്റുകളിൽ അവിടെയെല്ലാമുള്ള വാടക ചീട്ട് വാങ്ങിയിട്ട് അവിടെ നൂറുകണക്കിന് പേരുടെ വോട്ടുകൾ ചേർക്കുക. അതെല്ലാം ഇങ്ങനെ പഴുതാവുന്നത്. ഞാനിതാ പറഞ്ഞത്, കേരളത്തിലുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും 1,00,000 വോട്ട് വർദ്ധിച്ചപ്പോൾ ഇവിടെ 2,00,000 വോട്ട് വർദ്ധിച്ചിരിക്കുന്നു. പിന്നെ CPM ഈ കാര്യം കണ്ടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? 30 ലക്ഷത്തിലേറെ വോട്ടുകൾ കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. തൃശ്ശൂരിൽ വെച്ചാണ് പറഞ്ഞത്. അദ്ദേഹമാണ് 30,000. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന്. 30,000 അദ്ദേഹമാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ വെച്ചാൽ കാര്യം പറഞ്ഞിരിക്കുന്നത്. നിഷ്പക്ഷവും സുതാര്യവും ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ കമ്മീഷൻ ബാധ്യതയുണ്ട്. പറഞ്ഞ പറയാറില്ല. പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ദേശാമാനി വായിക്കണം. ദേശാമാനിക്കകത്ത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഗോവിന്ദ മാഷ പ്രസ്താവന വന്നിട്ടുണ്ട്, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി സമരം നടത്താൻ പറഞ്ഞ പ്രസ്ഥാനം ഇത് ആദ്യം CPM ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ അന്യായം കാണിക്കുന്നു എന്ന് ആദ്യമേ പറഞ്ഞത് കോൺഗ്രസ് ഒന്നുമല്ല. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഈ അന്യായം കാണിക്കുന്നതായിട്ട് പറഞ്ഞത് CPM ആണ്. അന്ന് ഒരൊറ്റ വാക്ക് പറയാൻ കോൺഗ്രസിന് നാവ് പൊങ്ങിയിട്ടില്ലല്ലോ. ഞങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല, ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അടിച്ചോടിക്കും. നടന്നില്ലേ? 100 കണക്കിന് കേന്ദ്രങ്ങളിൽ ബംഗാളിലും ത്രിപുരയിലും ഞങ്ങൾ ആക്ഷേപം കൊടുത്തില്ലേ? ഒരൊറ്റ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നോ? ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് രംഗത്തെ അന്യായങ്ങളെ ചൂണ്ടിക്കാട്ടാൻ ആദ്യം മുന്നോട്ടേക്ക് വന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. അന്യായങ്ങൾ ചിലപ്പോൾ നേരത്തെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടാണ്, അതിൽ ഭിന്നിപ്പുണ്ടാക്കരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനാണ് ഇത് ഉൾപ്പെടെ കോൺഗ്രസ്സുകാർ ഉപയോഗിക്കുന്നതെന്ന് വന്നാൽ കഷ്ടം എന്നല്ലാതെ പറയുക. ശരി ശരി, രാജ്യത്തിന് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന ഹൈന്ദവ വർഗീയ പ്രസ്ഥാനങ്ങൾ. ശ്രീ രാജു നായർ, ഇവിടെ ഒരു പഴുത് ഉപയോഗിച്ചു, അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, CPM ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാബു പ്രസാദ് ശൂന്യാകാശത്തേക്ക് വിലയം പ്രാപിച്ചത്. അദ്ദേഹം പോയിക്കോട്ടെ. പക്ഷെ പറഞ്ഞു വെച്ചിരിക്കുന്ന അവസാനത്തെ ന്യായം ഇതാണ്. അങ്ങനെയെങ്കിൽ ഈ വിദ്വാൻ ഏതൊക്കെ പഴുതുകൾ ഉപയോഗിച്ചിട്ടുണ്ട്? പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന എന്താണ്? ശ്രീ രാജു, അങ്ങേക്കും കൃത്യമായി ഓർമ്മയുണ്ടാകും അല്ലേ? അധികം പഴക്കമുള്ളതൊന്നുമല്ല. 2 ഓഡി കാർ ഈ വിദ്വാൻ വാങ്ങി എറണാകുളത്ത് നിന്ന് അല്ലേ? 2010-ലും 2016-ലുമാണെന്നാണ് പെട്ടെന്നുള്ളൊരു ഓർമ്മ. എന്നിട്ട് എന്താ ചെയ്ത്? പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. പോണ്ടിച്ചേരിയായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽവിലാസം. ഇങ്ങനെ ഒരു ലാഭത്തിന് എന്നിട്ട് 30 ലക്ഷത്തോളം രൂപയുടെ ടാക്സ് വെട്ടിപ്പാണ് അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ ജയിക്കാനായി കള്ളവോട്ട്, ഓടി കാറിൽ ഓടി നടക്കാനായിട്ട് ടാക്സ് വെട്ടിക്കൽ, അതിനൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്താണ്? വ്യാജമായ തെളിവുകൾ വെക്കുക. എന്നിട്ടാണ് കേന്ദ്രമന്ത്രിയായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യാജനയാണോ കേരളം ഇപ്പോൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്? അല്ലെ, തീർച്ചയായിട്ടും അദ്ദേഹം അടിമുടി വ്യാജനാണെന്നുള്ളത് തെളിഞ്ഞല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കാണിച്ചിട്ടുള്ള ഗിമ്മിക്കും ഒക്കെ വ്യാജനാണെന്ന് ഇപ്പോൾ അവിടുത്തെ ക്രിസ്തീയ നേതൃത്വം തന്നെ പറഞ്ഞല്ലോ. നല്ലൊരു നടനെ ആണ് ഇവിടെ നിന്ന് തെളിച്ചു വിട്ടത്. അദ്ദേഹം നല്ലൊരു നടനാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എൻ്റെ ഈ വിഷയത്തിലുള്ള എൻ്റെ നിലപാട് ഞാനിത് CPM-നെതിരെ ആക്കില്ലെന്നുള്ളതാണ്. പക്ഷെ പിണറായിയെ CPM കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഗോവിന്ദ മാഷ് ഇവിടെ നിന്ന് ശ്രമിക്കണം, പ്രകാശ് മാഷ് ഇവിടെ നിന്ന് വലിയ ഞങ്ങളെന്നോ പറഞ്ഞ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങ് പോയിട്ട് ആ പിണറായി വിജയനോട് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി അങ്ങയുടെ സംസ്ഥാനത്ത് ഈ സുരേഷ് ഗോപിയുടെ വിജയത്തെ സംബന്ധിച്ച് അങ്ങയുടെ തന്നെ മുന്നണിയിലുള്ള അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി അതിലേക്ക് വരാം. ശ്രീ രാജു, ഇദ്ദേഹം ദീനാനുകമ്പയുള്ളവനായി ഇദ്ദേഹം ദീനാനുകമ്പയുള്ളവനായി പ്രത്യക്ഷപ്പെടുന്നു. ഒരു സെക്കൻഡ്. പലർക്കും സാമ്പത്തിക സഹായം ചെയ്യുന്നു രാജു, പലർക്കും സാമ്പത്തിക സഹായം ചെയ്യുന്നു. പലരോടും പറയുന്നു എൻ്റെ പേര് പറയരുത് എന്ന്. അത്ര ദയാവായ്പുള്ള ആളായി പറയുന്നു. പിന്നെ എന്താണ്, ആശാസമരത്തിൽ പോയിട്ട് എല്ലാവർക്കും ഭക്ഷണ കിറ്റുകൾ കൊടുക്കുന്നു. പക്ഷെ എന്താണ്, ഇതൊന്നും സ്വന്തം പോക്കറ്റിൽ നിന്നല്ല. സ്വന്തം പോക്കറ്റിലെ കാര്യം വരുമ്പോൾ പോണ്ടിച്ചേരിയിലേക്ക് കടന്നു കളയും. ഇതല്ലേ ഈ വ്യാജരൂപം? ഇതല്ലേ ഈ ദയാവായ്പോടെ ഇറങ്ങിക്കളിക്കുന്ന ഈ വിദ്വാന്റെ യഥാർത്ഥത്തിലുള്ള മനസ്സ് അല്ലെങ്കിൽ സ്വഭാവം? വേണു, ഇദ്ദേഹം അടിമുടി വ്യാജനാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തമായിട്ട് അഭിനയിച്ച ഒരു ചിത്രം
തൻ്റെ ഒരു സ്റ്റാർട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആയിരക്കണക്കിന് ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ജീവിച്ചു പോകുന്ന ഒരു ചിത്രം. ആ ചിത്രത്തെ ഈ ഹിന്ദുത്വ വർഗീയവാദികൾ അതിൻ്റെ പേര് പറഞ്ഞു കോടതിയിൽ കയറ്റിയിട്ട് ഒരക്ഷരം മിണ്ടിയോ? അതിനകത്ത് അഭിനയിച്ച ആളല്ലേ, ഒരക്ഷരം മിണ്ടിയോ? ഞാൻ ചോദിക്കട്ടെ, പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മളെല്ലാം അഭിമാനിക്കുന്ന ആ താരത്തെ ഈ ഹിന്ദുത്വ വർഗീയവാദികൾ ഇട്ട് ആക്രമിച്ചില്ലേ, വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ? ഇയാൾ ഒരക്ഷരം മിണ്ടിയോ? ഹിന്ദുത്വ വർഗീയവാദിയുടെ പ്രതിനിധിയല്ലേ? എഴുന്നേറ്റ് പറയണ്ടേ ചെയ്യരുത്? മമ്മൂട്ടി ഈ നാട് ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ്, അദ്ദേഹം മതേതരവാദിയാണ്, ഞങ്ങൾക്ക് അത് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കരുത് എന്ന് പറയാൻ നാക്കുപൊന്തിയോ? ഇല്ല. അപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ പോയിട്ട് മറ്റൊന്ന് കാണിക്കുകയും ഈ മറ്റേ സ്വർണ്ണ കിരീടം കൊണ്ട് ചെല്ലുകയും അവിടെ സ്വർണ്ണ കിരീടം വെക്കാൻ പോലും തലയില്ലാതെ വരുന്ന മാതാവിൻ്റെ രൂപങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയിൽ നല്ല നടനായിട്ട് പോകല്ലേ? ആ നാട്യം മാത്രമല്ല, നമ്മൾ വിചാരിച്ച ആ നാട്യത്തിൽ കുറെ മനുഷ്യർ വീണുപോയി, അതുകൊണ്ടാണ് എന്നാണ് വിചാരിച്ചത്. കുറെ മനുഷ്യർ വീണിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ ആ നാട്യം മാത്രമല്ല, അതിൻ്റെ കൂടെ വ്യാജനും കള്ളത്തരവും കൂടി കാണിച്ചിട്ട് ഒരു വിജയം ഉണ്ടാക്കിയിട്ട് ആ വിജയത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച് ചോദ്യം ചോദിക്കുന്നവരോട് ആരോടാണ് ചോദിക്കുന്നത് എന്നറിയാവുന്ന ചോദിക്കുന്ന അഹങ്കാരത്തിൽ നടക്കുകയല്ലേ? അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം നിങ്ങൾ കേന്ദ്രമന്ത്രി ആവുന്നതിന് മുമ്പ് കുരുത്തോല പിടിച്ചിരുന്ന നാട്ടുകാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വലിയ നമ്രശിരസ്കനായി മാറുന്ന സുരേഷ് ഗോപിയാണോ വേണു നിങ്ങൾ കാണുന്നത്? എത്ര പ്രാവശ്യമാണ് മാധ്യമങ്ങളെ തന്നെ ഇപ്പോ ഞാൻ പറയാൻ രാജു, ഇപ്പൊ കാണുന്ന ദൃശ്യങ്ങളും അതെല്ലാം സാധൂകരിക്കുന്നതാണ്. ഇപ്പൊ കാണുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, പ്രകാശ് മാഷ് അത് കാണുന്നുണ്ടാകുമല്ലോ അല്ലേ, കണ്ടിട്ടുണ്ടാകുമല്ലോ. മാധ്യമങ്ങളോട് ഏത് രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് രാജു, മാധ്യമങ്ങളോട് അദ്ദേഹം എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ കാണുന്നുണ്ടായിരുന്നല്ലോ, പഴയ ദൃശ്യങ്ങൾ. അതാണ് രാജുവും പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വന്നിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ഗോഷ്ഠികളായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ നിയമം കയ്യിലെടുക്കുക, നിയമത്തെ വെല്ലുവിളിക്കുക, എന്നിട്ട് നിർബാധം ഇങ്ങനെ നടക്കുക, അത് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മെക്കിട്ട് കയറുക, ഇങ്ങനെ ഇയാളെ അഴിച്ചുവിടാനാണോ ഈ കേരളവും തയ്യാറായി നിൽക്കുന്നത്? ഒരു സർക്കാർ ഇവിടെ ഉണ്ടല്ലോ, ശ്രീ പ്രകാശൻ മാസ്റ്റർ. ഇവിടെ രാജു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ തട്ടിപ്പ് മുഴുവൻ 2023 ജനുവരിയിലെ ആസൂത്രണം ചെയ്തു തുടങ്ങിയതാണ്. വരാഹിയാണ് അതിൻ്റെ ബുദ്ധികേന്ദ്രമായി നിന്ന് പ്രവർത്തിച്ചത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ വരാഹിയാണല്ലോ തൃശ്ശൂർ പൂരത്തിൽ എങ്ങോട്ട് പോകണം സുരേഷ് ഗോപി, എപ്പോൾ ഇറങ്ങണം സുരേഷ് ഗോപി, ഏത് ആംബുലൻസിൽ കയറി വരണം, മന്ത്രിമാരെ എങ്ങനെ നോക്കുകുത്തിയാക്കി നിർത്തണം, ഇതെല്ലാം ചെയ്തത് അല്ലേ? അപ്പോൾ ഇവിടെ ഷാബു കണ്ണൂരിനെ പറ്റി പറയുകയുണ്ടായി. അതിനേക്കാൾ വിചിത്രമായി നിയമ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പലതും ഈ സുരേഷ് ഗോപി ആടിയ കളമാണ്. അപ്പോൾ ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, പെരുമാറ്റച്ചട്ടമുണ്ട് എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ രാജനടക്കമുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ രാജന് തടസ്സം സുരേഷ് ഗോപിക്ക് എന്തുമാകാം, വരാഹിക്ക് എന്തുമാകാം. ഇപ്പോൾ ഈ വരാഹിയുടെയൊക്കെ ബുദ്ധികേന്ദ്രത്തിൽ ഉദിച്ച ഈ ഫ്ലാറ്റ് കൊള്ളയുണ്ടല്ലോ, വോട്ട് കൊള്ള, ആ കേന്ദ്രങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ തുടർച്ചയായി വിജയിക്കുന്നതാരാണ് ഈ നാട്ടിൽ? ഈ നിയമം കയ്യിലെടുത്ത ഈ കൂട്ടർക്ക് ഇങ്ങനെ നിരന്തരം അത് ചോദ്യം ചെയ്യുന്നവരെ വെല്ലുവിളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് പ്രകാശൻ മാസ്റ്റർ? അത് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയെ കഠിനമായ വാക്കുകളിൽ വിമർശിക്കുന്ന കോൺഗ്രസ് സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം MP ആവുന്നതിൽ ഒരു പങ്കും നിങ്ങളുടെ പാർട്ടിക്കില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ മുന്നണിക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ അവിടെ കൊടുത്തിട്ടല്ലേ ഈ പറയുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ MP ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് എത്ര വോട്ടാണോ കുറഞ്ഞത് അത്രയും വോട്ടല്ലേ BJP കൂടിയത്. അതിൽ ഒരു ഉത്തരവാദിത്തം അല്ലാത്തതുപോലെ പറഞ്ഞു നിൽക്കുകയാണോ? ഇവിടെ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച ആളാണ് ഈ ഇദ്ദേഹം എന്നുള്ളത് ആർക്കും അറിയാതിരിക്കുന്നത്. സഹായത പൂർണ്ണമായി സഹായിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നത് കോൺഗ്രസ് അല്ലേ, അത് ആർക്കും അറിയാതിരിക്കുന്നത്? അതിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയോട് വന്നിറങ്ങിയതും ആംബുലൻസ് വന്നതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? അതൊന്നും കേരളം മറന്നുപോയിട്ടില്ല. ഇപ്പം കുറെ തെറി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രമൊന്നും അല്ല. പ്രകാശ മാഷെ, വരാഹി എന്ന ഏജൻസിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമ്പോൾ ഇന്റലിജൻസ് ഏജൻസി, സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് ഏജൻസി എവിടെ പോയിരിക്കുകയായിരുന്നു? ഇനി അതിന്റെ ചുമതല മുഴുവൻ അവിടെ ഏൽപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥനുണ്ടല്ലോ. ഒരു സെക്കൻഡ്, ADGP അജിത് കുമാർ കിടന്ന് ഉറങ്ങുകയായിരുന്നു, വരാഹി ഉണർന്നിരുന്നു, സുരേഷ് ഗോപിയും ഉണർന്നിരുന്നു. നിങ്ങളിതെല്ലാം പരിഹരിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്ന ADGP അജിത് കുമാർ ഉറങ്ങി, അല്ലെങ്കിൽ ഉറക്കം നടിച്ചു. ഇതൊക്കെ രാജു അടക്കമുള്ളവർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അല്ല, രാജു ചൂണ്ടിക്കാണിച്ചതൊന്നുമല്ലല്ലോ വസ്തുത. അത് സംബന്ധിച്ചെല്ലാം തന്നെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്, കൃത്യമായ റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്, ആ റിപ്പോർട്ട് ഗവൺമെന്റ് പരിശോധിച്ച് അംഗീകരിച്ചിട്ടുണ്ട്. ഉണ്ടായ കാര്യം എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാത്ത പ്രശ്നമൊന്നുമില്ല.
പക്ഷെ അതിനെ വളച്ചൊടിക്കാൻ ഒരു സെക്കൻഡ് മാഷ് ഒന്ന് വഴങ്ങുക. മാഷ് ഒന്ന് വഴങ്ങുക. രാജു മാഷ് ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ. മാഷ് ഒന്ന് വഴങ്ങുക. രാജു ഞാനിതിലിപ്പോ ഒരു സെക്കൻഡ് മാഷ് ഒരു സെക്കൻഡ് ശ്രീ രാജു ഈ വിഷയത്തില് കോൺഗ്രസ് തല്ലുപിടിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇവിടെ എന്തായിരുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ. അങ്ങിപ്പോ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. പൂരം കലക്കിയത് അന്വേഷിക്കുന്നതിനെ സംബന്ധിച്ച് ആരോപണ വിധേയനായ ADGP കൊണ്ട് തന്നെ നിങ്ങൾ അന്വേഷിപ്പിച്ചു. അദ്ദേഹം അന്വേഷിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കി. എന്നിട്ട് ആ റിപ്പോർട്ട് DGP ഒരു കവറിംഗ് ലെറ്ററോടെ തള്ളി. അതിനകത്ത് തെറ്റുപറ്റിയതും ADGP അജിത് കുമാറിനാണ് അതിനകത്ത് വീഴ്ച സംഭവിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. എവിടെത്തി അന്വേഷണം? 3 മാസമോ 6 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? എവിടെത്തി? സുരേഷ് ഗോപി ഓടി കാർ മേടിച്ചതിന്റെ നടത്തിയ നികുതി വെട്ടിപ്പിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം തുടങ്ങി. കുറ്റപത്രം ഏതാണ്ട് 7 വർഷം മുമ്പ് കൊടുത്തു. എവിടെത്തി? ആരാണ് സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ രക്ഷാകർത്തൃത്വം കൊടുക്കുന്നത്? ചോദ്യം ചോദിച്ചപ്പോ ആരാണ് രക്ഷാകർത്തൃത്വം? ഞാൻ പ്രസംഗിച്ചല്ല, പോയിന്റ് ADGPയുടെ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് ADGPക്കാണ് പിഴവ് പറ്റിയതെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിപ്പോർട്ട് കൊടുത്തിരുന്നോ? അതിന്റെ അടിസ്ഥാനത്തിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചോ? ആ ത്രിതല അന്വേഷണം എവിടെ എത്തി? അങ്ങ് പറയൂ. ഒരു മിനിറ്റ് മിണ്ടാതിരിക്കെ. സുഹൃത്തെ, നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വഴങ്ങാൻ മാന്യത കാണിച്ചതാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ വേണ്ടി മൈക്ക് തന്നല്ല. നിങ്ങൾ എന്നോട് 1 മിനിറ്റ് ചോദിച്ചു, ഞാൻ നിർത്തി. ഞാൻ ഇതിപ്പോ നിങ്ങളെന്നല്ലോ DGP, നിങ്ങൾ സംസാരിക്കുന്നിടത്തോ നിങ്ങൾ ആഭ്യന്തരമന്ത്രി എന്നാണല്ലോ. ഇവിടെ കേരളത്തിലെ ഈ നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എന്താണ് നടന്നതെന്നുള്ളത് ഞങ്ങൾക്കറിയാലോ. പിന്നെ നിങ്ങളുടെ ഭാഷ്യമാണോ ഇപ്പോൾ ആ കാര്യത്തിലെല്ലാം നടക്കുന്ന കാര്യം? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും. അത് നിങ്ങൾ അറിഞ്ഞാൽ മതി, പൊതുജനം അറിയണ്ടേ? പക്ഷെ നടന്നത് എന്താണ്? നിങ്ങളെന്താ നരേന്ദ്രമോദിയെ പോലെ സംസാരിക്കാൻ ഞങ്ങൾക്കറിയാൻ പൊതുജനം അറിയണ്ടേ? ഈ നാട്ടില് കള്ളവോട്ട് ചേർക്കാനും പൂരം കലക്കിയും ഒരു നാട് ഒരു മതേതരത്വത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു BJPക്ക് ജയിക്കാൻ അവസരം ഉണ്ടായി കൊടുത്തിട്ട് ഞങ്ങൾക്കറിയാതെ എങ്ങനെയാ നാടറിയണ്ടേ? നിങ്ങൾ BJPയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇറങ്ങിപ്പോയ ഷാബു പ്രസാദില്ലേ, ഷാബു പ്രസാദ് ശബ്ദമാണ് നിങ്ങൾക്ക്. ഞങ്ങൾക്കറിയാം. പൊതുജനങ്ങൾ അറിയണം. പൊതുജനങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ADGP എഴുതി കൊടുത്ത റിപ്പോർട്ട് DGP തള്ളിയതാണ്. ശരി രാജു ചോദിച്ചു അദ്ദേഹം കേട്ടല്ലോ, അദ്ദേഹം പറയട്ടെ. ശ്രീ രാജു ഒന്ന് അദ്ദേഹം പറയട്ടെ. നിങ്ങൾക്കൊരു മാന്യത വേണം. ഞാൻ എന്റെ വായിൽ കയറി സംസാരിക്കാൻ നിങ്ങളാരാ? എന്റെ വായിൽ കയറി സംസാരിക്കാൻ നിങ്ങളാരാ? നിങ്ങളാണ് ഇതിനകത്ത് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. പ്രകാശ് മാഷ് അദ്ദേഹം ചോദിച്ചതിന് മറുപടി. നിങ്ങൾ എന്നോടിക്കാരും പറയും, നിങ്ങൾ എന്നോടിക്കാരും പറയുന്നത് കോൺഗ്രസ്സുകാരോട് പറയണം മിണ്ടായിരിക്കണമെന്ന്. എനിക്കത് സമയത്ത് സംസാരിക്കാൻ അദ്ദേഹത്തോട് മാഷ് പറയൂ. ശ്രീ രാജു ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെ തടസ്സപ്പെടുത്തിയത്. അജിത് കുമാർ എന്ത് ചെയ്തു എന്നല്ല ഞങ്ങൾക്കറിയാം. പിന്നെ ഞാൻ പറയുന്ന ഇടയ്ക്ക് സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തല്ല പറയുന്ന ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തലല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇങ്ങനെയാ എന്താണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നതെന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് കൃത്യമായി പരിശോധനയുണ്ട്. റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ADGP അജിത് കുമാറിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. DGP നടത്തിയ അന്വേഷണമുണ്ട്, ത്രികക്ഷി അന്വേഷണമുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ കാര്യം സംബന്ധിച്ചൊന്നും നിങ്ങളോട് നിൽക്കൂ, കേട്ടോ ഞാൻ പറയട്ടെ എന്ന് കോൺഗ്രസ്സുകാർ പറയണ്ട. അതിനെ പറ്റി എല്ലാം കൃത്യമായ വിവരം ഞങ്ങൾക്കുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം എന്താണ് BJPക്കാർ കളിച്ച കളിക്ക് കോൺഗ്രസ്സുകാർ കൊടുത്ത പിന്തുണയാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് മറ്റാരെക്കാൾ നന്നായിട്ട് ഞങ്ങൾക്കറിയാം. മാധ്യമങ്ങൾ കുറെ പിന്നിലുണ്ട് എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ കുറെ ആളുകൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. സുരേഷ് ഗോപിക്കെതിരെ പല തരത്തിലുള്ള അന്വേഷണങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയെ നേരിട്ട് ബാധിക്കുന്നതും അല്ലാത്തതുമായ പല വിഷയങ്ങൾ, അതിലേതെങ്കിലും ഒന്ന് ഏത് രൂപത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നാണ് രാജു ആവർത്തിച്ച് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പാർട്ടിക്കാർ പറയുന്ന പോലെ പറയാൻ വേണ്ടി കഴിയും. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. പ്രകാശം മാഷെ, സുരേഷ് ഗോപിയെ നേരിട്ട് ബാധിക്കുന്നതും പരോക്ഷമായി ബാധിക്കുന്നതുമായ പല അന്വേഷണങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒരിടത്തും സുരേഷ് ഗോപിയെ തൊടുന്ന വിധത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് രാജു പറയുന്നത് ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇറങ്ങി വന്ന് കാട്ടുന്നത് പോലെയുള്ള ധാർഷ്ട്യ പ്രകടനം സുരേഷ് ഗോപിക്ക് ഇവിടെ വന്ന് കാണിക്കാൻ കഴിയുമെന്ന്. മാഷ്ക്ക് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. ആ സാങ്കേതിക പ്രശ്നം നേരത്തെ വന്ന അതേ പ്രശ്നമുണ്ട്. ഞാൻ വരാം മാഷിലേക്ക്. രാജു പി നായർ, ഇവിടെ
ഈ കൃത്രിമങ്ങൾ മുഴുവൻ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നിലധികം തവണ KP രാജേന്ദ്രനായാലും നിങ്ങളുടെ ദാസൻ അതുപോലെ തന്നെ ഈ പ്രതാപൻ തുടങ്ങിയിട്ടുള്ള വിവിധ കോൺഗ്രസ് നേതാക്കന്മാരായാലും ഒക്കെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇതെല്ലാം പെടുത്തിയിട്ടുള്ളതാണ്. ഇന്ന് മീഡിയ വണ്ണ് അന്നത്തെ BLO ആയിരുന്ന ആനന്ദ് സി മേനോനോട് ഫോണിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആനന്ദ് സി മേനോൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആബ്സെൻ്റ് ലിസ്റ്റിലാണ് ഇവരെല്ലാം ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 4C എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പ്രസന്ന അശോക് പറഞ്ഞ ഫ്ലാറ്റിൽ 9 പേരെയാണല്ലോ ഇല്ലാത്ത ആളുകളെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആനന്ദ് സി മേനോൻ പറഞ്ഞത് അദ്ദേഹത്തിന് പരിചയക്കുറവുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഇങ്ങനെ ആക്ഷേപം വന്ന സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. പോയി ആളില്ല എങ്കിൽ അവരെ ആബ്സെൻ്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആക്ഷേപം ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ ആളുണ്ട് എന്ന് കണ്ടപ്പോൾ അല്ലാതെ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആനന്ദ് സി മേനോനെ വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒന്നടങ്കം വിശ്വസിക്കാൻ കഴിയില്ല എന്നത് ശരിയായിരിക്കുമ്പോഴും ആനന്ദ് സി മേനോൻ്റെ വാക്കുകളെ വിശ്വസിച്ചാൽ ഈ കൃഷ്ണ തേജ എന്ന് പറയുന്ന ആളല്ലേ ഇതിലെല്ലാത്തിലുമുള്ള അട്ടിമറി വീരനായി അടയാളപ്പെടുത്തപ്പെടേണ്ടത്? കാരണം ഈ BLO അടക്കമുള്ള ആളുകൾ ഇങ്ങനെ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പിന്നെ പോകേണ്ടത് ഈ ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയിലേക്കാണ്, കൃഷ്ണ തേജയിലേക്കാണ്. അതെല്ലാം അയാൾ മുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സുനിൽ പറയുന്നുണ്ടായിരുന്നു, സുനിൽ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് രത്തൻ ഖേൽക്കർ. രത്തൻ ഖേൽക്കറാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല ഉദ്യോഗസ്ഥനാണ് എന്ന് നേരിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ട് സുനിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അതേ സുനിൽ തന്നെ പറയുകയാണ് കൃഷ്ണതേജ നടത്തിയ തട്ടിപ്പിൻ്റെ ഭാഗമായി അയാൾക്ക് ആന്ധ്രയിൽ ഈ പറയുന്ന നല്ലൊരു പോസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല സുനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ രാജു, ഈ വിവരങ്ങൾ കൃഷ്ണതേജ അറിയിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിക്കില്ലായിരുന്നു. കാരണം പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന്. അപ്പോൾ ഒരിടത്ത് കള്ളവോട്ട് ചെയ്യുന്ന ഈ എല്ലാം സമാഹരിക്കുന്ന തട്ടിപ്പ് വീരനായ സുരേഷ് ഗോപി, അത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നിങ്ങൾ, അതെല്ലാം മുക്കുന്ന മറ്റൊരു അട്ടിമറി വീരനായിട്ടുള്ള കൃഷ്ണതേജ. അപ്പോൾ വലിയൊരു ഗൂഢസംഘമല്ലേ യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ പ്രവർത്തിച്ചത്? ഇത് കേരളത്തിലെ ഉദ്യോഗസ്ഥരാണ്, കേരള സർക്കാരാണ് മറുപടി പറയേണ്ടത് എന്ന് BJPക്കാർ പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ന്യായമാണോ? കാരണം ഇയാൾ നേരെ പോയത് BJPയുടെ സഖ്യ സർക്കാരുള്ള ഒരു സംസ്ഥാനത്തേക്കാണ്. അല്ല, അത് ഞാൻ പറയില്ല, ഇത് ആസൂത്രിതമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. നോക്കൂ ഇവരെങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കൂ. വളരെ കുടിലതയോട് കൗശലത്തോടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ പുറത്തു വന്നിരിക്കുന്ന ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റിലാണ്. ഈ ഫ്ലാറ്റുകൾക്കൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ജനാധിപത്യപരമല്ലാത്തൊരു ഒരു രീതി അവിടെയുണ്ട്. ഒരു ഫ്ലാറ്റിലും കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ടാണ് K. മുരളീധരൻ പറഞ്ഞത് ഇനി ഫ്ലാറ്റുകൾക്കകത്ത് കയറിയേ തീരൂ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം അറിയാൻ പാടില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള വോട്ടുകൾ ചേർത്ത് ചെയ്യാം. ഇത് വളരെ ആസൂത്രമായി നോക്കൂ. ചേലക്കരയിൽ നിന്ന് കണ്ടമാനം വോട്ടുകൾ ചേർത്തിരിക്കുകയാണ്, ആലത്തൂരിൽ നിന്ന് വോട്ടുകൾ ചേർത്തിരിക്കുകയാണ്, എറണാകുളത്ത് നിന്ന് വോട്ടുകൾ ചേർത്തിരിക്കുക. അപ്പോൾ അവർ കൃത്യമായിട്ട് ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി അവർ നോക്കിക്കൊണ്ട് അവിടെ അതെങ്ങനെ അട്ടിമറിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ വിശദമായിട്ട് ചെയ്യാം. നോക്കൂ വേണു, ഇതൊരിക്കലും ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അനുമതിയില്ലാതെ മൗനാനുവാദമില്ലാതെ നടക്കില്ല. ഈ വ്യാജ വോട്ടുകൾ ചേർത്തുന്നുണ്ട്. എന്താ വോട്ട് ചേർക്കുന്നതിൻ്റെ പ്രൊസീജിയർ? വോട്ട് ചേർക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ BLO പോയി പരിശോധിക്കണം. BLO അവിടെ ഫിസിക്കലായി ചെന്ന് ആ ആൾ അവിടെ ഉണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ അവിടെ ആളുണ്ടെങ്കിൽ അയാളോട് നേരിട്ട് നിന്ന് അയാളുടെ നിന്ന് ID കാർഡ് ഉൾപ്പെടെ പരിശോധിച്ച്, അല്ലെങ്കിൽ ആ വീട്ടിലെ ആരെങ്കിലും ഒരാൾ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്ത് അന്വേഷിച്ച് അയാൾ അവിടുത്തെ സ്ഥിരതാമസക്കാരനാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് വോട്ടർ സിസ്റ്റം പേര് ചേർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സംവിധാനങ്ങൾ മുഴുവൻ രാജ്യവ്യാപകമായി അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ ഇതിനകത്ത് സ്വാധീനം ചെലുത്തി തന്നെയാണ് രാജ്യത്ത് മുഴുവൻ ഇത് ചെയ്തിട്ടുള്ളത്. ആ സംവിധാനത്തെ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവസാനത്തെ അഡൻഡം ലിസ്റ്റിലേക്ക് ഇത്തരത്തിലുള്ള പേരുകൾ വരിക. അഡൻഡം ലിസ്റ്റ് അവസാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെന്താ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഒരു പരാജയം, ഇപ്പോൾ 86,000 വോട്ടിൻ്റെ പരാജയം തൃശ്ശൂരുണ്ടായി. അത് കഴിയുമ്പോഴത്തേക്ക് ഈ കുറേ 10-50 വോട്ടേഴ്സ് ഇതിൻ്റെയോ അല്ലെങ്കിൽ ഒരു 400-1000 വ്യാജ വോട്ടുകളുടെ കണക്ക് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോയി ഈ എഫേർട്ട് ഇട്ടിട്ട് എന്താ കാര്യം? 86,000 വോട്ട് ജയിച്ചതല്ലേ, ഇനിയിപ്പോൾ അതിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ കടന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റവരും ഉപേക്ഷിക്കും, എല്ലാവരും ഇത് ഉപേക്ഷിച്ച് പോകും. അങ്ങനെ ഉപേക്ഷിച്ച് പോയതാണ്. അങ്ങനെ ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യൻ്റെ ആർജവത്തിൽ നിന്നാണ് ഇന്ന് ഈ രാജ്യം തീ പോലെ കത്തിപ്പടരുന്ന അവസ്ഥയിലേക്ക് എത്തിയത്.
അവിടെ ചെന്ന് ഈ എന്ന് മാത്രമല്ല അത് എവിടെ എത്തിയിരിക്കുന്നു, അവിടെ അത് എവിടെ എത്തിയിരിക്കുന്നു രാജു? ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ, അവിടെയും എന്താ നടന്നിരിക്കുന്നത്? യോഗേന്ദ്ര യാദവ് അവിടെ ഇപ്പോ മരിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗം പറയുന്ന അഭിഭാഷകൻ പറയുകയാണ് ഇവിടെ നാടകം കളിക്കുന്നുവെന്ന്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ ഒരു ദുരന്ത നാടകമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അഭിഭാഷകനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാടകം കളിക്കുന്നുവെന്ന്. കോടതി അഭിനന്ദിച്ചു യോഗേന്ദ്ര യാദവിനെ എന്നു മാത്രവുമല്ല, കോടതി ഒരു നിരീക്ഷണവും നടത്തി രാജു. അവിടെ ഈ പറയുന്ന തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ ആ SIR റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന്. അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവരും ഉപേക്ഷിച്ച ഒന്ന് ഒട്ടും നിരാശനാകാതെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വലിയ യത്നത്തിന്റെ ഫലമാണിതെല്ലാം. ഞാൻ അങ്ങിലേക്ക് വരാം. പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഈ പറയുന്ന ഇരട്ട വോട്ട് അത് സ്വാഭാവികമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരുണ്ട് വോട്ട്, സുരേഷ് ഗോപിക്കും കുടുംബത്തിനും തൃശ്ശൂരുണ്ട് വോട്ട്. അവരവിടുന്ന് പൊടിയും തട്ടിപ്പോയി കഴിഞ്ഞു കാര്യം നേടിയപ്പോൾ. ഇപ്പോൾ ഒരു ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്, അവിടുത്തെ സ്കൂളിലാണ് അവരുടെ ബൂത്ത്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. ഇപ്പോൾ ചില ദൃശ്യങ്ങളിൽ അദ്ദേഹം വരിയിൽ നിൽക്കുന്നതൊക്കെ കണ്ടിരുന്നല്ലോ. ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹവും കുടുംബവും പോയി ആ ശാസ്തമംഗലത്തെ വോട്ട് ബൂത്തിൽ തന്നെ പോയി വോട്ട് രേഖപ്പെടുത്തും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? കൂടാതെ ഒരു കാര്യം കൂടി പ്രകാശൻ മാഷേ, അവിടെയും ഇവിടെയും എവിടെയും എനിക്ക് വോട്ടുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇത് ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആളുകൾ തന്നെ പറയുകയാണ് എനിക്ക് 3 വോട്ടുണ്ട്, 10 വോട്ടുണ്ട് എന്ന്, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ പോയി ചെയ്യുമെന്ന്. ഇത് ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ലേ വലിയ ശുദ്ധീകരണമല്ലേ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ശുദ്ധീകരണത്തിന് മുതിരാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയ്തിരിക്കുന്നത് ഒരു സത്യവാങ്മൂലം കൊടുക്കുക എന്ന് സുനിലിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശുദ്ധീകരിക്കേണ്ടവർ ശുദ്ധീകരിക്കുന്നില്ല. ഇത്തരം അശുദ്ധീകരിക്കുന്ന ആളുകൾ ഇനിയും പോയി വരി നിൽക്കുന്നത് കാണേണ്ടി വരുമോ? ഇത്രയേറെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത്ഭുതകരമാണ്. ഇപ്പോൾ ഈ ആക്ഷേപങ്ങൾ സംബന്ധിച്ച് ഇന്ത്യ സഖ്യം തന്നെ നേരിട്ട് ബീഹാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതി പരിഗണിച്ചതേയില്ലല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം പരസ്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതെന്താണ്? ഇത് സംബന്ധിച്ചിടത്തോളം സത്യവാങ്മൂലം കൊടുക്കണം. സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും അസത്യമാണെങ്കിൽ ഇതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സുനിലോട് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾക്ക് ഒരു സ്ഥലത്ത് വോട്ട് ചേർക്കണമെങ്കിൽ, അല്ല ഒരു ഒറ്റ കാര്യം കൂടി, ഒരാൾക്ക് ഒരു സ്ഥലത്ത് വോട്ട് ചേർക്കണമെങ്കിൽ അവിടെ 6 മാസക്കാലമെങ്കിലും താമസം ഉണ്ടായിരിക്കണം. അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഇതിന് ഇളവ് കൊടുത്തത്? അത് ഇളവ് കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് അതിന്റെ പിൻബലം ഉപയോഗിച്ചാണ് ഈ പറയുന്ന ഫ്ലാറ്റുകൾ വോട്ട് ചേർത്തത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്ര ഗൗരവമായ ഒരു കാര്യം ഉണ്ടായിട്ട് അതിനെതിരെ നമുക്ക് ശക്തമായി പ്രതിഷേധിക്കാനായോ? കോൺഗ്രസിന് ഉൾപ്പെടെ സാധ്യമായില്ലല്ലോ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഇലക്ട്രൽ രേഖകൾ അത് ഹാജരാക്കേണ്ടതില്ലാത്ത തീരുമാനം ഇപ്പോൾ വന്നതാണ്. കൊണ്ടുവന്നിരിക്കുന്ന ആരാ? നരേന്ദ്രമോദി ഗവൺമെന്റാണ്. ഇത് ഇലക്ട്രൽ രേഖകൾ ഒരു പാർട്ടിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം രഹസ്യരേഖയാണ്. നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ നശിപ്പിക്കണം. ആര് തീരുമാനിച്ചതാ? ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റല്ലേ. അപ്പൊ ബേസിക്കായി ഈ അന്യായം നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, BJP ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതിനെ തത്സമയം കണ്ട് ചെറുക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് ഉൾപ്പെടെ വേണ്ടത് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ സ്വയം വിമർശനമായിട്ട് പരിശോധിക്കണം. ശരി, അതിലും പോരാൻ വേണ്ടി നമ്മൾ കാണണം. എന്തായാലും ഇവിടെ ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യം അപ്പോഴുമുണ്ട് പ്രകാശൻ മാഷെ. സമയം കഴിയുകയാണ്. സുരേഷ് ഗോപിയെ നേരിട്ടും പരോക്ഷമായും ബാധിക്കുന്ന ഒന്നിലധികം അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. രാജു പറഞ്ഞതുപോലെ അതെവിടെ എത്തിയെന്ന ചോദ്യം ആർക്കും അറിയാതെ കിടക്കുന്ന അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് വീണ്ടും സുരേഷ് ഗോപി വന്ന് ധാർഷ്ട്യപ്രകടനം നടത്തുന്ന ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റാതിരിക്കാനുള്ള ജാഗ്രത സംസ്ഥാന സർക്കാരും സ്വീകരിക്കേണ്ടതാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.